മക്കളെ, ജെറുസലം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി എന്തൊരു സന്തോഷത്തോടെയാണ് നമ്മൾ ഒരുമിച്ച് ചേരുന്നത്. കുറെ ആളുകൾ ഈ സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്നതായി എനിക്കറിയാം. ഇന്ന് ഈ കുരിശിൽ നിന്ന് ഈശോ നമ്മുടെ ഹൃദയങ്ങളിലേക്ക്, കുടുംബത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒത്തിരിയേറെ രോഗങ്ങളും രോഗപീഠകളുമായവരൊക്കെ ഈ ദിവസങ്ങളുടെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന കാണുമ്പോൾ കുരിശിൽ കിടന്നുകൊണ്ട് യേശു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്നിതാ കർത്താവ് നമ്മോട് തരുന്ന വചനം 1 പീറ്റർ 2:19. അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അനുഗ്രഹ കാരണമായി മാറും. നമുക്ക് എന്തുമാത്രം നന്മകളെ കിട്ടേണ്ടതെന്നറിയാമോ? ഒരു ചെറിയ സഹനം വരുമ്പോഴേക്കും നമുക്ക് പ്രശ്നങ്ങളായി, പരിഭവങ്ങളായി, അതുപോലെ തന്നെ പിണക്കങ്ങളായി, ദേഷ്യങ്ങളായി അത് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ കിട്ടേണ്ട നന്മ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുകയാണ്. മറക്കരുത്, സഹനം ദൈവം കൈവിട്ടതിന്റെ അടയാളമല്ല, മറിച്ച് സഹനം ദൈവം നമ്മെ ചേർത്തു പിടിച്ചതിന്റെ അടയാളമാണ്. ഈശോ പറയുകയാണ്, അവസാനം വരെ സഹിച്ചു നിൽക്കുവാൻ രക്ഷ പ്രാപിക്കുമെന്ന്. ആ സന്ദേശവുമായിട്ടാണ് നമ്മുടെ മുമ്പിലേക്ക് ഒരു സാക്ഷ്യവുമായി ഒരു മകൾ കടന്നു വരുന്നത്. ശ്രദ്ധിക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ബിന്ദു. ഞാൻ എല്ലാ ദിവസവും പ്രെയർ ലൈനിൽ പങ്കെടുക്കാറുണ്ട്. എല്ലാ ദിവസവും 3 മിനിറ്റ് എന്നത് വളരെയധികം സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളാണ്. ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്നും നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുമെന്ന് പറഞ്ഞ പോലെ ഓരോ നിമിഷവും ആ 3 മിനിറ്റിൽ ഓരോ ദിവസവും നമ്മളുടെ ക്ലേശങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള തിരുവചനങ്ങളാണ് അച്ഛനിലൂടെ കേൾക്കാൻ സാധിക്കുന്നത്. ഈശോ ഭവനത്തിലേക്ക് കടന്നു വരുന്ന ഒരു അനുഭവമാണ് പ്രെയർ ലൈനിൽ പങ്കെടുക്കുമ്പോൾ ഉണ്ടാകുന്നത്. സഹനം നമ്മിലെ പ്രവർത്തന ഊർജത്തെ കുറയ്ക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. നാം അതിനെ അതിജീവിക്കണം. ക്ഷീണം, ദുഃഖം, ഉറക്കം, അതുപോലെ തന്നെ ആത്മീയമായ മരവിപ്പ്, ഇത് മൂലമായി നമുക്ക് കിട്ടേണ്ട അനുഗ്രഹത്തെ തട്ടിക്കളയാനായിട്ട് പിശാച് എപ്പോഴും തന്ത്രപൂർവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഓരോ പ്രഭാതത്തിലും, ഓരോ രാത്രികളിലും, ഓരോ നിമിഷങ്ങളിലും ഈശോ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണ് സഹനങ്ങളെ കൃപകളാക്കി മാറ്റാൻ സാധിക്കുന്നത്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഉണ്ടാകുന്ന സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ, നമുക്കുണ്ടാകുന്ന വേദനകളെ പരിഭവമില്ലാതെ സ്വീകരിക്കാൻ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും, ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളോടും സമൂഹങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.